ഗൈസ്, ഹലോ ഗൈസ്. ഇന്ന് മുടി വെട്ടാൻ പോവാതെ. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുടി വെട്ടാൻ പോവുകയാണ്. അച്ഛൻ്റെ മോൻ്റെ മുടി വെട്ടണം, ദിച്ചുവിൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിരുന്നു. കുറച്ചൊന്ന് കരഞ്ഞൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ അതൊന്നും നമ്മൾ കണക്കാക്കിയില്ല. പിടിച്ചിരുത്തി മുടിയൊക്കെ വെട്ടിച്ചു. ഐസ്ക്രീമൊക്കെ മേടിച്ച് തരാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇരുന്നത്. ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി. ദിച്ചുകുട്ടി സ്ലിപ്പാണ്, കുറച്ചൊന്ന് ശ്രമിച്ചു നോക്കിയിട്ട് കരഞ്ഞൊക്കെ നോക്കി. ഒന്നും എങ്ങനെയെങ്കിലും ഇയാളൊന്ന് വിട്ടാലോ എന്ന് വെച്ചിട്ട്. പിന്നെ അടുത്തത് ഏട്ടൻ്റെ ഊഴമാണ്. ഏട്ടൻ്റെ തലയിൽ കുത്തമ്പിനാറ് പണിയും അയാൾ. രണ്ടുപേരും പല ആൾക്കാരാട്ടോ. മുടിയൊക്കെ വെട്ടി, മുടി വെട്ടി എത്ര മുടി വെട്ടിയാലും തൃപ്തിയാവാത്തൊരു മനുഷ്യനാണ്. മുടി വെട്ടിയാൽ ഒരുപാട് അഭിപ്രായം ചോദിക്കും. ഒരു സൈക്കോ, ചെറിയൊരു സൈക്കോ. പിന്നെ അത് ദർശിക്കുട്ടൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ ഐസ്ക്രീം വാങ്ങിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ദർശിക്കുട്ടൻ്റെ തലയാണ് നമ്മളിപ്പോൾ കണ്ടത്. മുടി വെട്ടിക്കഴിഞ്ഞ തല ജനിച്ചപ്പോൾ നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല തിക്കുള്ള മുടിയായിരുന്നു. കുറച്ച് കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു വെട്ട് കഴിഞ്ഞപ്പോൾ തീരുമാനമായി. അത് ചകിരിനാര് പോലെ ആയി മുടി, തല. പിന്നെ ഉള്ളൊക്കെ കുറഞ്ഞു, തീരെ ഉള്ളില്ല കേട്ടപ്പോൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ഒരു ഐസ്ക്രീമല്ല 5 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടാറ്റാ.